ചൊല്ലാൻ പോകുന്നത് ശ്രീ രമേശ് വട്ടിങ്ങാവിൽ എഴുതിയ കുടുംബ കോടതി എന്ന കവിതയാണ്. ആരുടെ കൂടെ പോകണം, ആരുടെ കൂടെ പോകണം, ന്യായ ചിന്തകളോട് വെച്ചു വിരിയിച്ച വാക്കുകൾ ഹൃദയം തുളയ്ക്കുമ്പോൾ പറയുവാനാവാത്ത വാക്കിൻ തുലാസിലാടുന്നു ജീവിതം. പക്ഷം പിടിക്കുന്ന ബന്ധുക്കൾ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഭിന്നമാംചേരിയിൽ വെറുമൊരു വാക്കിൽ വിജയമോ തോൽവിയോ തങ്ങൾക്കറിയുവാൻ അക്ഷമരാകുന്നു. ഒരുമിച്ചു കഴിയുവാൻ വയ്യെന്നു പറയുവാൻ കാരണമുണ്ടുപോലിരുവരെങ്കിലും അവരിലൊരാളെ പിരിയുന്നതോർക്കുവാൻ ആവുന്നതില്ല. എന്തു ഞാൻ പറഞ്ഞിടണം, സ്നേഹസ്വരൂപയാണമ്മ, ഓർമ്മയിലൊന്നുമേയില്ല. വെറുക്കുവാൻ അകലുവാൻ വാക്കിലും നോക്കിലും വാത്സല്യമായി എന്നിൽ നിറയുന്നൊരച്ഛനെ എങ്ങനെ പിരിയുവാൻ? പിച്ചച്ചുവട് പിഴയ്ക്കുമ്പോൾ വീഴാതെ വാരിയെടുത്തും അച്ചും അമ്പിളി മാമനെ കാണിച്ചു ചൂണ്ടി പഴങ്കഥ ചൊല്ലിയുറക്കിയും ഉണർന്നാലെഴുന്നേറ്റിടാതെ മടി പിടിച്ചച്ഛന്റെ തോളേറിയെത്തുന്നതിന് മുമ്പ് പ്രാതലൊരുക്കുവാനിത്തിരി വണ്ണത്തിനുതൊന്നതിനിടെ പാലുമായെത്തിയും കുഞ്ഞുടുപ്പണിയിച്ച് കൈപ്പിടിച്ചക്ഷരമുറ്റത്തു നടക്കുവാനാക്കിയും ഓരോ ചെറുവിജയത്തിലും അഭിമാനമേറെയുണ്ടെന്നതി ആഹ്ലാദമേറെയും. ഇഷ്ടങ്ങളൊക്കെയും മാറ്റിവെച്ചെന്നുടെ ഇഷ്ടത്തിനൊത്ത് കഴിയുന്നൊരമ്മയെ വേണ്ടെന്നു പറയുന്നതെങ്ങനെ? അമ്മയ്ക്ക് കണ്ണീരു മാത്രം വിധിക്കുന്നതെങ്ങനെ? പുലരി തണുപ്പിൽ ഇളവിൽ കൊള്ളുവാൻ ഒക്കത്തെടുത്ത് പൂവാടിയെത്തിയും ചെടികളിൽ പുതിയ പൂവേലെന്നു തേടിടും ശലഭങ്ങൾ പാറിടും പൂക്കളെന്നൂതിയും വർണ്ണ സ്വപ്നങ്ങളാം പൂവിന്റെ പുഞ്ചിരി മായാതിരിക്കാൻ കരുതോതിയും നിഴലിന്റെ നീളമളക്കുവാൻ വെയിലത്ത് വെറുതെ വിരൽ പിടിച്ചൊപ്പം നടത്തിയും അമ്മയുടെ കളിവാക്കിലൂറിച്ചിരിച്ചു കൊണ്ടൊരു കൊച്ചുകുട്ടി പോലും പങ്കളിച്ചും വാക്കിലൊതുക്കുവാനാവാത്തതത്രയോ ഓർമ്മകളച്ഛൻ പെരുപ്പിച്ചതല്ലയോ? അത്രമേൽ സ്നേഹിച്ചിരുന്നവരെങ്ങനെ ഇത്രമേൽ തമ്മിൽ വെറുത്തുപോയി? ഉത്തരം കിട്ടാത്തൊരു ചോദ്യമേറെയായി നോവായുള്ളിടുന്നു. ന്യായങ്ങളറിയില്ലെനിക്കെന്റെ അച്ഛനും അമ്മയും ഒരുമിച്ചു കഴിയണം. അച്ഛന്റെ ഓമനയായി അമ്മയുടെ അരുമയായി പഴയപ്പോൾ തന്നെ കഴിയാനയക്കണം. ന്യായങ്ങളറിയില്ലെനിക്കെന്റെ അച്ഛനും അമ്മയും ഒരുമിച്ചു കഴിയണം. അച്ഛന്റെ ഓമനയായി അമ്മയുടെ അരുമയായി പഴയപ്പോൾ തന്നെ കഴിയാനയക്കണം. പഴയപ്പോൾ തന്നെ കഴിയാനയക്കണം. നന്ദി, നമസ്കാരം.